എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, പന്നിയൂർ 2 ഏത് വിളയുമായി ബന്ധപ്പെട്ട് കിടക്കും? കുരുമുളക്. രണ്ടാമത്തെ ചോദ്യം, വളരാൻ കഴിവുള്ള സസ്യത്തിന്റെ സവിശേഷതയാണ് ടോട്ടി പൊട്ടൻസി. എന്താണ് ടോട്ടി പൊട്ടൻസി? മൂന്നാമത്തെ ചോദ്യം, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള എന്നറിയപ്പെടുന്നത്. എന്താണ് ഇടവിള? നാലാമത്തെ ചോദ്യം, അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം വളർന്ന് തായ്ച്ചെടി പുറത്തു വരുന്ന പ്രക്രിയയാണ് ബീജാങ്കുരണം. അഞ്ചാമത്തെ ചോദ്യം, റേച്ചൽ കാഴ്സൺ എഴുതിയ പുസ്തകമാണ് നിശബ്ദ വസന്തം. ലോകത്തിലാകമാനം ഏറെ ചർച്ചകൾ ഉണ്ടാക്കിയ ഈ പുസ്തകത്തിലെ പ്രമേയം എന്താണ്? രാസകീടനാശിനി. ആറാമത്തെ ചോദ്യം, പയറ് ചെടിയുടെ വേരിലെ മുഴകളിൽ വളരുന്ന റൈസോബിയം ബാക്ടീരിയകൾ പ്രകൃതിയിലെ ഏത് ചക്രത്തിന്റെ പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ ഏത് ചക്രത്തിലാണ് പങ്കുവഹിക്കുന്നത്? നൈട്രജൻ. ഏഴാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഏതാണ്? ഗോതമ്പ്. എട്ടാമത്തെ ചോദ്യം, പ്രകാശം ദർപ്പണത്തിൽ പതിക്കുമ്പോൾ പതിക്കുന്ന രശ്മിയെ പറയുന്ന പേരെന്താണ്? പ്രകാശം ദർപ്പണത്തിൽ പതിക്കുമ്പോൾ പതിക്കുന്ന ആ ഒരു രശ്മിയെ പറയുന്ന പേരാണ് പതന കിരണം. ഒൻപതാമത്തെ ചോദ്യം, പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശകിരണങ്ങളെ അടുപ്പിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കുറയുകയും വക്കുകളിൽ കനം കൂടിയതുമായ ലെൻസുകൾക്ക് പറയുന്ന പേരെന്താണ്? കോൺകേവ് ലെൻസ്. കാലിഡോസ്കോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. മഴവില്ലിന് കാരണമായ പ്രതിഭാസം പ്രകീർണനം. ഏത് തരം ലെൻസുകളാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണം അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്. എല്ലാ പ്രകാശവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നു? വെള്ള. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. നമ്മുടെ 16ാമത്തെ ചോദ്യം, സോഡ വെള്ളത്തിന്റെ രാസനാമം? കാർബോണിക് ആസിഡ്. 17ാമത്തെ ചോദ്യമാണ്, തീ കെടുത്തുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. നമ്മുടെ 18ാമത്തെ ചോദ്യം, ആൽക്കലി സ്വഭാവമുള്ള പഴം ഏതാണ്? ഈന്തപ്പഴം. 19ാമത്തെ ചോദ്യം, ആസിഡിന്റെ pH മൂല്യം എത്രയാണ്? 0 മുതൽ 6 വരെ. നമ്മുടെ 20ാമത്തെ ചോദ്യം, കാറുകളുടെ ബാറ്ററിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. 21ാമത്തെ ചോദ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിളുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. 22ാമത്തെ ചോദ്യമാണ്, ആസിഡില് ഫിനോഫ്തലീന്റെ നിറം എന്താണ്? ആസിഡിൽ ഫിനോഫ്തലീന് നിറമില്ല. എന്താണ്? കളർലെസ് ആണത്, ഓർത്തിരിക്കുക. 23ാമത്തെ ചോദ്യം, ലോഹങ്ങളായിട്ടുള്ള സിങ്ക്, മഗ്നീഷ്യം, അലുമിനിയം എന്നിവ ആസിഡുകളായിട്ട്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിങ്ങനെയുള്ള ആസിഡൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. 24ാമത്തെ ചോദ്യം, ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാവുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂട്രലൈസേഷൻ. നമ്മുടെ 25ാമത്തെ ചോദ്യം, GPS വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്തത്, ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? സൂചകങ്ങൾ. എന്താണ്? സൂചകങ്ങൾ. നമ്മുടെ 27ാമത്തെ ചോദ്യമാണ്, മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. 28ാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളുടെ ആസിഡ് ആൽക്കലി സ്വഭാവം പരിശോധിച്ചറിയുന്നതിന് എന്തുപയോഗിച്ചാണ്? പരിശോധിച്ചറിയുന്നത് എന്തുപയോഗിച്ചാണ്? pH സ്കെയിൽ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1982. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗം? ദന്തമകുടം. എന്താണ്? ദന്തമകുടം. 32ാമത്തെ ചോദ്യം, ആഹാരം കടിച്ചു കീറുന്നതിന് സഹായകമാകുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. 33ാമത്തെ ചോദ്യം, വായിൽ വെച്ച് അന്നജത്തിൽ ഉണ്ടാവുന്ന രൂപമാറ്റം, അതായത് അന്നജത്തിൽ ഉണ്ടാവുന്ന രൂപമാറ്റം ഏതാണെന്നാണ് ചോദ്യം. വായിൽ വെച്ചിട്ട് മാൾട്ടോസ് ആയിട്ട് മാറും. അന്നജം എന്തായിട്ട് മാറണം? മാൾട്ടോസ് ആയിട്ട് മാറും. അടുത്തത്, കരൾ കോശങ്ങൾക്ക് സംഭവിക്കുന്ന വൈറസ് അണുബാധ? ഹെപ്പറ്റൈറ്റിസ്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ആണ്. അടുത്തത് 35ാമത്തെ ചോദ്യം, ശരീരത്തിന്റെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം? പ്ലീഹ. ശരീരത്തിന്റെ രക്തബാങ്ക് പ്ലീഹ, ഓർത്തിരിക്കുക. 36ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ വില്ലസുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുകുടലിൽ.
37ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിൽ ദഹിച്ച ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. 38ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. 39ാമത്തെ ചോദ്യം, ഡയാലിസിസ് ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്കയുമായിട്ടാണ് ഡയാലിസിസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 40ാമത്തെ ചോദ്യം, ജീവിതാവസാനം വരെ പല്ല് വളരുന്ന ജീവി ഏതാണ്? ആന. 41ാമത്തെ ചോദ്യം, ബയോപ്സി ഏത് രോഗനിർണയ ടെസ്റ്റ് ആണ്? ബയോപ്സി ക്യാൻസർ നിർണയിക്കുന്ന ടെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. 42ാമത്തെ ചോദ്യം, പാൽ പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. 43ാമത്തെ ചോദ്യം, വൈദ്യുതിയുടെ സാന്നിധ്യവും ദിശയും അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. എന്താണ് ഗാൽവനോമീറ്റർ? 44ാമത്തെ ചോദ്യം, ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? തോമസ് ആൽവ എഡിസൺ. 45ാമത്തെ ചോദ്യമാണ്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? മൈക്കിൾ ഫാരഡെ. 46ാമത്തെ ചോദ്യം, ഇസ്തിരിപ്പെട്ടിയിൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹക്കൂട്ട് ഏതാണ്? നിക്രോം. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏതാണ്? പാലക്കാട്. 48ാമത്തെ ചോദ്യം, മേദിനി പുരസ്കാരം ഏത് ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഏത് രംഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. 49ാമത്തെ ചോദ്യം, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ബംഗാളിന്റെ പേടി സ്വപ്നം എന്ന് പൊതുവെ അറിയപ്പെടുന്ന സസ്യം? കുളവാഴ. നമ്മുടെ ഈ ഒരു 50 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇതിനൊരു പാർട്ട് 2 ഉണ്ടായിരിക്കും. എല്ലാവരും പാർട്ട് 2 വീഡിയോ ഇവിടെ കാണുക. താങ്ക് യു.